ഇരിക്കും എല്ലാവരും ഇരിക്കും. എബിൻ, അഡോണ, ഏഞ്ചൽ, അഖിൽ അവിടെ പോയിരിക്കുന്നത്. അഖിൽ സ്റ്റാൻഡപ്പ്. അഖിൽ ലാസ്റ്റ് എന്തിനാ പോയിരിക്കുന്നത്? അഖിൽ നീളമില്ലല്ലോ. പിന്നെ തന്നെ താൻ പഠിക്കാനില്ല വരുന്നേ. എനിക്കൊന്ന് കാണണ്ടേ? ഫ്രണ്ടിലോട്ട് വരും. താൻ ഇട്ടിട്ട് ശരിയാവില്ല. താൻ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ജസ്റ്റിനെ ഫസ്റ്റ് റോയിലാണ്. ജസ്റ്റിന്റെ സൈഡിൽ അങ്ങേറ്റത്തെ സൈഡിൽ അവിടെ പോയിരിക്കും. ഫസ്റ്റ് റോയിൽ എന്നിട്ട് ജസ്റ്റിൻ പോയി അവിടെ പോയിരിക്കും. ജസ്റ്റിന് നീളമൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയിരിക്കും. അതിന് ബാക്ക് ബെഞ്ച് ഇരുന്നാൽ ശ്രദ്ധയില്ല, ഒട്ടും ശ്രദ്ധയില്ല. ശ്രുതി, അഖിലേക്ക് പോലെ രണ്ടുപേരും ഇങ്ങോട്ട് പോന്നെ. അതിന്റെ ബുക്കിൽ ശ്രുതിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ. അങ്ങനെ വന്നോ? താൻ എഴുതിയതാണോ? ഞാൻ 10-15 വർഷമായി പഠിപ്പിക്കാൻ തുടങ്ങി. ഇതുപോലത്തെ സകല ഉദാഹരണം കണ്ടിട്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കള്ളം പറയേണ്ട കാര്യമില്ല. എന്തിനെഴുതി തന്നു? എന്തിനെഴുതി കൊടുത്തു? ശ്രുതി പറ. സോഷ്യൽ സർവീസ് ആണോ? എല്ലാവർക്കും എഴുതി കൊടുക്കാനുള്ള നേർച്ചയുണ്ടോ? അല്ല, ഇത്രയും വലിയ സഹായ ഹസ്തമാണെങ്കിലേ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എല്ലാവർക്കും കോപ്പി എടുത്ത് കൊടുത്താൽ പോരെ? ഇത്രയും കഷ്ടപ്പെട്ട് അലച്ചു കൂവി എന്റെ തൊണ്ടയിലെ വെള്ളവും പറ്റിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ ദച്ചനോട് റിപ്പോർട്ട് ചെയ്യും. കേട്ടല്ലോ? ഇനി ഒരു വിട്ടുവീഴ്ചയില്ല. എല്ലാവരോടും കൂടെ പറയുന്നത് കേട്ടോ. ശ്രുതിയോട് അതിനോട് മാത്രമല്ല. പിന്നെ ഇത് ശ്രുതിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ആണ്. ഇനി മേലെ അഖിൽ നാളെ ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് എന്നെ നോട്ട്സ് മൊത്തം കംപ്ലീറ്റ് ആക്കി നാളെ എനിക്ക് രാവിലെ എന്റെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി ബുക്ക് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് ക്ലാസ് റൂമിലോട്ട് കയറിയാൽ മതി. മനസ്സിലായോ പറഞ്ഞത്? ഇനി ഇങ്ങനെ കാര്യം ആവർത്തിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ ഇങ്ങനെ എല്ലാവർക്കും ഇടപെടി തരണം. മനസ്സിലായോ? ഇത് ഞങ്ങളുടെ ക്ലാസ്സിൽ അഖിലിന്റെ കാര്യമാണോ? ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ടീച്ചർ. കുറെ ഇനിയിപ്പം ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. നല്ല രക്ഷയില്ല. പാരൻസിനോട് സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ ഇന്നലെ ഉണ്ടല്ലോ എന്റെ സ്കൂട്ടർ ഇന്നലെ കേടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ബസ്സിൽ പോകാന്ന് വെച്ചു. ഞാൻ ഇവിടുത്തെ എല്ലാം റെക്കോർഡൊക്കെ കുറച്ച് നോക്കാനുണ്ട്. അതെല്ലാം നോക്കി അനുസരിച്ച് സ്കൂളിൽ ഇറങ്ങിയപ്പോൾ കേട്ടോ 4 മണിക്ക് സ്കൂൾ വിടുന്നതാ. 5 മണിയായപ്പോൾ ഞാനൊരു ബസ്സിലോട്ട് ചെന്നപ്പോൾ രണ്ടും കൂടെ ഭയങ്കര തമാശ പറിച്ചിലും ചിരിയും തോളത്ത് തട്ടലും എന്തോ ആയിരുന്നു. ഞാൻ കണ്ടതായിട്ട് ഭാവിച്ചതേ ഇല്ല കേട്ടോ. ഞാനതൊന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും നേരം സമയം സ്കൂൾ വിട്ട് 1 മണിക്കൂർ എന്തിനാ ബസ്സിലോട്ട് നിൽക്കുന്നത്? സ്കൂൾ വിട്ട് അവർ 2 ബസ് കയറി പൊക്കൂടായിരുന്നു നിങ്ങൾക്ക്. അത് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ടീച്ചർ. എനിക്ക് അതൊന്ന് പറയണം. ഓക്കെ. തന്നോട് ഞാൻ വരാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലാസ് അഖിലേ എപ്പോഴാണ് വരുന്നത്? രാവിലെ അതിന് തൊട്ട് പറയാൻ ശ്രുതി വരാറുണ്ടല്ലോ. ഒരുമിച്ചാണ് വരുന്നത്. തനിക്ക് എന്തെങ്കിലും അറിയാമോ? ക്ലാസ്സിൽ വല്ലതും എന്തെങ്കിലും ലവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടല്ലോ. പിന്നെ ഞാൻ തന്നോട് ചോദിച്ചൊന്നും ക്ലാസ്സിൽ ചെന്ന് പറ്റാതെ നിൽക്കണ്ട കേട്ടല്ലോ. ഞാൻ കുറച്ചു നേരം ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അഖിലിന് വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്നില്ലയോ? അല്ല, ശ്രുതിയുടെ പദ്ധതി കഴിഞ്ഞിട്ട് വരുന്നു. വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്നില്ലയോ? അത് ഞാൻ അമ്മയോട് പറയാൻ കുറച്ചൊന്നും കൊടുത്തു വിടുന്നില്ലയോ എന്ന്